സംസ്ഥാനത്ത് നേടിയിരിക്കുന്നത്. ഇപ്പോൾ വോട്ടെണ്ണൽ അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ മികച്ച ഒരു ഭൂരിപക്ഷം തന്നെയാണ് UDF സംസ്ഥാനത്ത് ഒട്ടാകെ നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ NDA പിടിക്കുന്ന ഒരു സാഹചര്യമടക്കം തങ്ങളുടെ സീറ്റ് നിലനിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് NDA അടക്കം കടന്നിരിക്കുന്നത്. ഇപ്പോൾ VD സതീശനാണ് മാധ്യമങ്ങളെ കണ്ടത്. D ബിനോയ് ചേർന്നു. ബിനോയ്, ഈ ഒരു അട്ടിമറി ജയം തന്നെയാണ് UDF സംസ്ഥാനത്തൊട്ടാകെ നേടിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കല്ലേ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഒരു മുന്നേറ്റം തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ വോട്ടെണ്ണൽ അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെയാണ് UDF നിൽക്കുന്നത്. ഇപ്പോൾ വിവിധ രാഷ്ട്രീയ നേതാക്കളടക്കം UDFന്റെ അടക്കം രാഷ്ട്രീയ നേതാക്കൾ മാധ്യമങ്ങളെ കാണുമ്പോൾ അടക്കം അവർ ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്ത് അടക്കം എല്ലായിടത്തും ഒരു മികച്ച ഭൂരിപക്ഷം തന്നെയാണ് UDF നേടിയിരിക്കുന്നത്. ഒരു സമ്പൂർണ്ണ ആധിപത്യം തന്നെയാണ് UDF ഈ സംസ്ഥാനത്തൊട്ടാകെ ഈ ഒരു തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം നേടിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ജില്ലാ പഞ്ചായത്തിലെ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യയെ പലയിടങ്ങളിലും അവരുടെ നില മെച്ചപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. പല സ്ഥലങ്ങളിലും NDA മികച്ച ഒരു നില തന്നെ തങ്ങളുടെ നില മെച്ചപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAയുടെ മികച്ച ഭൂരിപക്ഷം തന്നെ NDA നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സംസ്ഥാനത്തൊട്ടാകെ ഇപ്പോൾ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ഈ ഒരു ഫലം അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുന്ന സമയത്തുള്ള ഈ ഒരു ഫലസൂചിക നോക്കുമ്പോൾ തന്നെ ഈ ഒരു മികച്ച ഒരു മുന്നേറ്റം തന്നെയാണ് UDFന് ഉള്ളത് എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ ഒരു ടീം UDFന്റെ ജയമാണ് നടന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു പിണറായി സർക്കാരിനെ വെറുക്കുന്ന ജനങ്ങളായി മാറിയിരിക്കുകയാണ് എന്നതാണ്. ജനങ്ങൾ പിണറായി സർക്കാരിനെ വെറുക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഈ മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ മികച്ചൊരു ഭൂരിപക്ഷം തന്നെയാണ് UDF നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെയെല്ലാം LDFന് കനത്ത തിരിച്ചടി തന്നെയാണ് നേരിട്ടത് എന്ന് വേണം പറയാൻ. ഇപ്പോൾ വരുന്ന ഒരു ഇതിൽ ഫലസൂചികളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് UDF തങ്ങളുടെ നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുടെ ആ ഒരു ആത്മവിശ്വാസം ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇപ്പോൾ വരുന്ന ഫലസൂചനകൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പലയിടങ്ങളിലും ഈ ഒരു തദ്ദേശ സ്ഥാപനങ്ങളിൽ മിക്കയിടത്തും UDFന് ഒരു മികച്ച മുന്നേറ്റം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ NDAയുടെയും വിജയവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അവരെ നില മെച്ചപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പലയിടങ്ങളിലും NDA തങ്ങളുടെ നില മെച്ചപ്പെടുത്തുകയുണ്ടായി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അധികാരത്തിന് അടുത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. റിയാസ് KMR ചേരുന്നു. റിയാസ്, അങ്ങനെ ഈ ഒരു UDFന്റെ ഒരു മികച്ച മുന്നേറ്റം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റിയാസ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട്ടെ സംബന്ധിച്ച് നേരത്തെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ഒരുപക്ഷെ UDF ഭരണം അട്ടിമറിയോടുകൂടി പിടിച്ചെടുക്കുമോ എന്നൊരു സംശയം പോലും ഒരു ഘട്ടത്തിൽ ഉളവാകുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന ഒരു സാഹചര്യം വന്നു. പക്ഷേ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് പതിയെ LDF തിരിച്ചു വരുന്നു. കഴിഞ്ഞ 50 വർഷമായി LDF ആണ് ഭരിക്കുന്നത്. വലിയ മേൽക്കൈയോടുകൂടിയാണ് കഴിഞ്ഞ തവണ LDF ഭരിച്ചത്. 51 സീറ്റുകളുമൊക്കെ ആയിട്ടാണ് LDF ഭരിച്ചത്. 75-ൽ 51 എന്ന് പറയുമ്പോൾ മൃഗീയ ഭൂരിപക്ഷം LDFനുണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും LDFന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, അത് വലിയ തോതിൽ സീറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. LDFന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് അടക്കം തോൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ LDF പതിയെ തിരിച്ചു വരികയാണ്. 35 സീറ്റിലാണ് ഇപ്പോൾ LDFന്റെ സ്വതന്ത്രം ഉൾപ്പെടെ LDF ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അതും അന്തിമമായ കണക്കല്ല, ഇനിയും ഇതിൽ മറിയലുകളുണ്ടാകും. നിലവിൽ UDFന്റെ സ്വതന്ത്രം ഉൾപ്പെടെ 28 സീറ്റുകളിൽ UDFും മേൽക്കൈ നേടിയിട്ടുണ്ട്. NDA 13 സീറ്റിൽ തന്നെ നിലനിൽക്കുകയാണ്. നേരത്തെ തന്നെ NDA 13 സീറ്റിൽ നിൽക്കുന്നുണ്ട്. ഇനി എന്ത് മാറ്റമാണ് ഇനി വരിക എന്ന് കൃത്യമായി അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ വരുന്നത് പ്രധാനമായും ഇനിയിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം വരുമ്പോൾ ഇനി ഏതാനും വാർഡുകൾ കൂടി അതിന്റെ ഡിവിഷനുകളുടെ കൂടി ഫലം പുറത്തു വരാനുണ്ട്. അതിൽ മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും LDFന്റെയും UDFന്റെയും മേയർ സ്ഥാനാർത്ഥികൾ തോറ്റു എന്നുള്ളതാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്.
പറയുന്നത്. അതായത് മീഞ്ച് എന്ന പോലൊരു ഡിവിഷനിൽ, അതായത് വാർഡ് വിഭജനത്തിൽ CPM-ന് ഏറെ മേൽക്കൈ ഉണ്ടായിരുന്ന ഡിവിഷനിൽ അവിടെ കോൺഗ്രസിലെ SK അബൂബക്കർ വിജയിക്കുന്നു. ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് പരാജയപ്പെടുമ്പോൾ അത് ഭരണത്തിനെതിരായ ഒരു വിധിയെഴുത്ത് കൂടിയായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതേസമയം തന്നെ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് UDF-ന്റെ ഉറച്ച കൂട്ടയായ പാറപ്പടിയിൽ മത്സരിച്ചിട്ടും പരാജയപ്പെട്ടു. അവിടെ LDF സ്ഥാനാർത്ഥി വിജയിച്ചു എന്നുള്ളത് പുറത്തുനിന്നും കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥിക്ക് ഏറ്റവും ഒരു തിരിച്ചടിയായിട്ടാണ് പൊതുവെ രാഷ്ട്രീയ നേതൃത്വം വിലയിരുത്തുന്നത്. എന്തായാലും ഇത്തരം വിശകലനങ്ങളിലേക്ക് ഇനി LDF-ഉം UDF-ഉം മുന്നേറും. അതേസമയം തന്നെ കഴിഞ്ഞ തവണത്തെ 7-ൽ നിന്നും 6 സീറ്റ് അധികമായി ഉയർത്തിയ NDA ആണ് ഏറ്റവും കൂടുതൽ കോഴിക്കോട് നേട്ടമുണ്ടാക്കിയത് എന്ന് പറയാം. പ്രധാനമായും കാരണം അവരെ സംബന്ധിച്ച് ഒരു നഷ്ടങ്ങളൊന്നുമില്ല. പക്ഷേ UDF-നെ സംബന്ധിച്ച് നഷ്ടങ്ങളില്ല, നേട്ടങ്ങളാണെങ്കിൽ കൂടിയും അവരുടെ മേയർ സ്ഥാനാർത്ഥി തോറ്റു എന്ന് പറയുന്നത് ഈ വലിയ തിളക്കമാർന്ന വിജയങ്ങൾക്കിടയിലും ചെറിയൊരു മംഗലേൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ LDF ഭരണം പിടിച്ചെങ്കിലും അല്ലെങ്കിൽ ഭരണത്തിൽ തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൂടിയും പ്രധാനമായും ഇതൊരു അത്ര ഒരു തിളക്കമുള്ള വിജയമല്ല കോഴിക്കോട് കോർപ്പറേഷനിൽ LDF-ന്റേത് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമാണ്. തീർച്ചയായും ഈ ഒരു റിയാസ്, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അറിയാം, നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിനെ ജനങ്ങൾ വെറുക്കുന്ന ഒരു സർക്കാരായി പിണറായി സർക്കാർ മാറിയെന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു കോൺഗ്രസിന്റെ മിക്ക നേതാക്കളും ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ ഒരു പൂർണ്ണ ആത്മവിശ്വാസം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മലബാറിലെ പൊതുവായ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും കനത്ത തിരിച്ചടി CPM-ന് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്, LDF-ന് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പാർട്ടി ഗ്രാമങ്ങൾ എന്ന തരത്തിലേക്ക് വിലയിരുത്തപ്പെടുന്ന ഇടങ്ങളിൽ പോലും ശക്തമായി ഉറച്ച് ഇത്രയും കാലം LDF-നൊപ്പം നിന്ന ഇടങ്ങളിൽ പോലും LDF-ന് കനത്ത തിരിച്ചടി ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്നത്തെ ഈ ദിവസം, ഈ വിധി ദിവസം നമുക്ക് ഈ ഫലം പ്രഖ്യാപന ദിവസത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം വോട്ടർമാർ അവരുടെ വോട്ടെടുപ്പിലൂടെ കാര്യങ്ങൾ പ്രതികരിച്ചിരിക്കുന്നു. പലപ്പോഴും ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നുള്ളതിന് ശക്തമായ തെളിവായിട്ടാണ് ഇതിനെ പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയാണ്. പേരാമ്പ്രയിലടക്കം, കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ പേരാമ്പ്രയിലടക്കം, കണ്ണൂരിൽ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം ആദ്യമായി UDF-ന് ലഭിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ. എന്തായാലും ഇനിയിപ്പോൾ ശക്തമായൊരു തിരിച്ചുവരവ് എങ്ങനെയായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് സാധ്യമാകുക എന്നുള്ളത് കണ്ടറിയണം. കാരണം ഇനിയും കേവലം 3-4 മാസം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭരണത്തിന്റെ മറ്റ് എന്തെങ്കിലും ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തി LDF സർക്കാർ ശക്തമായി തിരിച്ചു വരുമോ എന്ന് കണ്ടറിയണം. അതല്ല UDF ഈ തരംഗം തുടരുകയാണെങ്കിൽ നിയമസഭാ സീറ്റിൽ നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതുപോലെ 100 സീറ്റ് നേടി അധികാരത്തിൽ വന്നാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ദില്ലി.